റിലീസ് ചെയ്തിട്ട്. എങ്കിലും ഇന്നും ആ ഗുപ്ത് എന്ന ചിത്രത്തിലെ ബോബി ഡിയോളിൻ്റെ പെർഫോമൻസും അന്ന് ബോബി ഡിയോളിൻ്റെ ഹെയർ സ്റ്റൈല് അന്നത്തെ യുവതലമുറ അനുകരിച്ച ഒരു ഹെയർ സ്റ്റൈൽ, അതുപോലെ തന്നെ ബോബി ഡിയോൾ വെച്ചിരുന്ന കൃത, അതും ഒരു തിരുവനന്തപുരത്ത് കോളേജുകളിൽ അതൊരു സ്റ്റൈലായി മാറിയ ഒരു കാലമായിരുന്നു 97. ഞാൻ ആ സമയത്ത് LLBക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് കോളേജിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുള്ള ഹെയർ സ്റ്റൈലും അങ്ങനെയുള്ള കൃതയൊക്കെ വെച്ച് ചെത്തിയ കുറേ ചേട്ടന്മാർ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ ഗുപ്ത് എന്ന ചിത്രത്തിലെ ഇത്രയും വർഷം കഴിഞ്ഞെങ്കിൽ പോലും ആ സിനിമ വീണ്ടും കണ്ടാൽ നമ്മളത് വീണ്ടും മുഴുവൻ കാണാൻ ശ്രമിക്കും. അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു. അതുപോലെ ആ ഗുപ്ത് എന്ന ചിത്രത്തിൻ്റെ മ്യൂസിക് ആൽബം, അത് നമ്മൾ ഒരു പാട്ട് കേട്ടാൽ തീരുന്നത് വരെ നമ്മൾ കേട്ടിരിക്കും. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അത്രയ്ക്കൊരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ഗുപ്തിൻ്റെ മ്യൂസിക്. അതുപോലെ തന്നെ ആ സിനിമയും ബോളിവുഡിലെ ഇന്നോളം ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചൊരു നല്ല ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ഈ ഗുപ്ത് എന്ന രാജീവ് റായ് ചിത്രം.